നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നു. ഇപ്പോൾ വീഴ്ത്തും എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണി സഖ്യം പ്രതീക്ഷ വോട്ട് പോലും കിട്ടാതെ തോപ്പിയിട്ടിരിക്കുകയാണ്. എന്തെല്ലാം കെട്ടിക്കഴിച്ച് വലിയ പിളർന്നു, എൻ്റെ കോപ്പായി മറ്റേതൊക്കെ പറഞ്ഞ് നടന്നില്ലേ. ഇപ്പോൾ ഗഡ്കരിയാണ് പിടിച്ചിരിക്കുന്നത്. ഗഡ്കരി ഗാർഗയുടെ കൂടെ കൂടിയതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതിന് മുൻപായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ ഈ സുരേഷ് ഗോപിയുടെ അല്പത്തരം അതിനിർണായകമായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു MP വോട്ട് പോലും നിർണായകമാണ് ഇന്ത്യക്ക്. അവർ ജയിക്കാൻ സ്ഥാനാർത്ഥി, പ്രതിപക്ഷം സ്ഥാനാർത്ഥി നിർത്തി ജയിക്കാനില്ല, ഒരു പരീക്ഷണം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപിയാണ് കേരളത്തിലെ ഏക MP. മറ്റ് രാജ്യസഭ മെമ്പറാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഡൽഹി ഇല്ലാത്ത MP ആരാണ്? സുരേഷ് ഗോപിയാണ്. എന്നാൽ ശരി, വേണം എത്താൻ പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു. അതിനെന്തോ എന്നെ പ്രധാനമന്ത്രി നേരിട്ട് ക്ഷണിച്ചു, ഞാൻ അർജൻറ്റായിട്ട് പോകണം, എല്ലാ പരിപാടിയും മാറ്റി വെച്ചത്. അപ്പോൾ ഇതുപോലും ബോധമില്ലാത്ത ഒരു മണ്ടനാണോ സുരേഷ് ഗോപി? ഇവിടെ അല്പത്തരം കാണിക്കാം, ചെറ്റത്തരം കാണിക്കരുത്. എന്നിട്ട് പറഞ്ഞതോ ഒരു വിദേശ ചാനലുണ്ട് ഇവിടെ, ഒരു കള്ള ചാനൽ, വിദേശ ചാനൽ. അവൻ പറഞ്ഞറിയോ, സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ മണ്ട ശിരോമണി, നിൻ്റെയൊക്കെ മനസ്സിലെ ബുദ്ധിയും യുക്തിയും എവിടെ പോണ്? നിങ്ങളുടെ ചാനൽ കാണുന്നതെല്ലാം നിന്റെ ആ സംഘപരിവാര പടുതീനികളാണോ? അല്ല, ബുദ്ധിയുള്ളവർ കാണുന്നു. ഞാനൊക്കെ കാണുന്നുണ്ട്, ഞങ്ങളെപ്പോലെ ആയിരങ്ങൾ കാണുന്നുണ്ട്. സുരേഷ് ഗോപി പോലെ ഒരു കേരളത്തിൽ ഏക MP വിളിച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ മിസ്സായി പോയല്ലോ. അനുഭവമുണ്ട്. ഇവിടെ കുഞ്ഞാക്കാട് ഒരു കാർന്നുണ്ടായി, രാജ്യസഭ മെമ്പറും ലോക്സഭ മെമ്പറും. അത് വോട്ട് ചെയ്യാൻ എളുപ്പം അവിടെ ചെയ്യാൻ പറ്റില്ല, വിമാനം വൈകി, അങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്താം. അത് BJP പേടിപ്പിച്ചിട്ടാണ്. പിന്നെ ഈ ലീഗിൻ്റെ മറ്റേ ബിസിനസ്സുകാരും കാക്കാണ്ടല്ലോ, ആ കാക്കാനെ എൻഫോഴ്സ്മെൻറ്റ് ED ചോദ്യം ചെയ്ത് പേടിപ്പിച്ചപ്പോൾ അവർ പോയില്ല. നിങ്ങളായിട്ട് വോട്ട് ചെയ്യണ്ട, ഞങ്ങൾ ചെയ്യണം, പക്ഷെ ആർക്കും ചെയ്യരുത്. ഇത് തന്നെ BJP തന്ത്രം. UP മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലേ ചെയ്യണ്ട, പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യാൻ വരരുത്. അതിവിടെ പ്രയോഗിച്ച് ആ ഒരു ഓർമ്മയൊക്കെ, ആ തട്ടിപ്പൊക്കെ BJPയുടെ മോഡിക്കൊക്കെ അറിയാലോ. അതാണ് വിളിച്ച്. അതിന് സുരേഷ് ഗോപി കൊടുത്ത മെസ്സേജ്, ഓണത്തിരക്കെല്ലാം മാറ്റിവെച്ച് എന്നെ പ്രധാനമന്ത്രി ക്ഷണിച്ചിരിക്കുകയാണ്, ഞാൻ എല്ലാം മാറ്റി പോവുകയാണ്. അല്പജ്ഞൻ, എന്താ പറയാ അവരുടെ അടുത്ത്? അത് പറയുന്ന നമ്മുടെ വിദേശ ചാനൽ ഷാജൻ സക്രിയ പറഞ്ഞറിയോ, സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇടോ മണ്ട ശിരോമണി, അതുപോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നീയൊക്കെ എന്ത് പിന്നെ പത്രപ്രവർത്തന. ഷാർട്ട് ടൈംസ് പറഞ്ഞ് ചെറിയൊരു അതിൻ്റെ പത്രാധിപത. എനിക്കും അറിയാം പത്രപ്രവർത്തനം കുറേ രീതിയൊക്കെ. ഞാൻ വീണ്ടും പറയാണ്, കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ, പൗരന്മാർ, ഈ സംഭവത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ ആ കുട്ടിക്കോഴ്സ് ഫേസ്ബുക്കിൽ ന്യൂസ് കൊടുത്തത് ശരിയാണോ? വോട്ടിന് വേണ്ടി അതുപോലെ ഷാജൻ സ്കറിയ പറഞ്ഞറിയോ, സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസ്ഥാനം കൊടുക്കാൻ വേണ്ടി വിളിച്ചാണ്. അത് മണ്ടന്മാരെ, നിങ്ങളെപ്പോലെയല്ല കാണികളും ശ്രോതാക്കളും ബുദ്ധിയോടൊന്നും മനസ്സിലാക്കുക. ഞാൻ ആ വിഷയം നിർത്താം. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തോടും കോൺഗ്രസ് രാഹുലിനോട് ചോദിക്കുകയാണ്. ആ ശക്തമായ അമർഷമുണ്ടെന്നേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യൻ ജനസംഖ്യയിൽ 20% ഇത് കണ്ടുകൊണ്ട് എങ്ങനെ പറയാതിരിക്കും? അല്ലെങ്കിൽ നമ്മൾ ഭീരുവാകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യം പഠിച്ചുകൊണ്ട് സത്യത്തെ മറച്ചു പറയണം. അത് പറ്റില്ല. ഇന്ത്യൻ ജനസംഖ്യയിൽ 20% വരുന്ന മുസ്ലിം സമുദായം. അതിൽ 99% വോട്ട് ചെയ്തിരിക്കുന്ന ആർക്കാണ്? ഈ ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസുമാണ്. ഇത് ആ ഒരു വിഭാഗം ഇന്ത്യയിൽ ഉണ്ടെന്ന് രാഹുൽ ഗാന്ധി മിണ്ടുന്ന പോലും ഉണ്ടോ? രാഷ്ട്രപതി സ്ഥാനം പോയി, ഉപരാഷ്ട്രപതി സ്ഥാനം പോയി, അപ്പോഴും ഒരു മുസ്ലിം ആദ്യം ചിന്തിച്ചില്ല. എല്ലാം കളിച്ചു മറിക്കാം, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ്, വോട്ട് കിട്ടും, കോപ്പ് കിട്ടും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ടീം വെച്ചത്. എത്ര വോട്ട് കിട്ടിയിടോ? കഴിഞ്ഞ പ്രാവശ്യം വോട്ട് കുറഞ്ഞു പോയില്ലേ? പ്രതീക്ഷ വോട്ടിൽ നിങ്ങൾക്ക് കിട്ടിയ 100 വോട്ടാകെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട്
അത് കഴിഞ്ഞിപ്പോൾ ഗാർഗിൽ പിടിച്ചാണ്. കാരണം ഗാർഗിലത്തെ മറ്റേ ഗാർഗിയും ഗാർഗിയുടെ 20% വന്ന് ദളിത് ഓക്കെ കാർദോര് വെച്ച് നിൽക്കാൻ പറ്റാത്തൊരാളെ വെച്ചാണ് രാഹുൽ ഗാന്ധി കളിക്കുന്നത്. മണ്ടത്തരം. ഇപ്പം ഇത് ഗഡ്കരിക്ക് VP സിംഗ് പ്രധാനമന്ത്രിയായി കൊള്ളാമെന്നുണ്ട്. അവിടെ നിതീഷിനായത് ചാൻസ് വരേണ്ടത്. ആ നിതീഷ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഇവിടുത്തെ സവർണ ലോബി മനസ്സിലാക്കി. എന്നാൽ ഗഡ്കരി ഇരിക്കട്ടെ, അറസ്റ്റുകാരനാണല്ലോ, വാസുകാരുടെ പ്രിയപുത്രനാണ്, മാനസപുത്രനാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചാൻസ് വന്നാൽ അവിടുന്ന് പോയാൽ ഇവിടെ കിട്ടും. കുളത്തിൽ നിന്ന് പോയാൽ വലയിൽ പോയ കുളത്തിൽ. അവരുടെ ബുദ്ധിക്ക് എത്ര ദീർഘവീക്ഷയുള്ള ബുദ്ധിയാണ് നോക്കി. ഈ രാഹുലിൻ്റെ ബുദ്ധി മണ്ഡലത്തിന് എന്ത് വണ്ടിയാണ്? ഇപ്പം കളി മുഴുവൻ കളിക്കാനുള്ള ബീഹാർ കളിക്കുന്നുണ്ട്. ഇപ്പം എന്ത് കിട്ടുന്നപ്പോൾ അറിയാം, ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാം. മഹാരാഷ്ട്ര പോയതുപോലെ ബീഹാറും പോകും. കാരണം അതിൻ്റെ കളി അങ്ങനെയാണ്. അവർക്കൊന്നും രാഷ്ട്രീയം അറിയില്ല, ഇന്ത്യൻ പൊളിറ്റിക്സ് അറിയില്ല, ഇന്ത്യയിലെ സാമൂഹ്യ പശ്ചാത്തലം. ഈ രാഹുൽ ഗാന്ധി ഒരു ചുക്കും അറിയില്ലാൻ പറയുക. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ചില ചാനലുകൾ രാഹുൽ ഗാന്ധിയോട് വാനോളം പുകഴ്ത്തി ബീഹാർ പിടിച്ചെടുക്കും, മോഡി ഒന്നുമല്ല, രാഹുൽ അങ്ങോട്ട് കയറി നിൽക്കുന്നു പറഞ്ഞിട്ട് എവിടെയുടെ വോട്ട് അവരുടെ വോട്ടുകളും കിട്ടിയോ? പ്രതിപക്ഷം എത്ര വോട്ടുണ്ട് ഇന്ത്യയിൽ? ഇത്ര MP രാജ്യം കൂടി എത്ര ഉണ്ട്? ഇത് എത്ര കിട്ടി? പറയുന്ന ഒരു നീതി വേണം. ഞാൻ വീണ്ടും പറയുന്നു, 20% വോട്ടുള്ള ഒരു വിഭാഗം ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഉള്ളത്? ഞാൻ രാഹുലിനോട് ചോദിക്കുന്നത്. അല്ല, ഇവിടെ കേരളത്തിൽ മണ്ടൻ കോൺഗ്രസ് ചോദിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഇപ്പോഴും തല്ലുപിടിക്കാല്ലേ? ഓണസദ്യ പോലും തല്ലുപിടിച്ച് ചേർന്നില്ല എന്ന് പറഞ്ഞു. ഒരാൾ രാജിവയ്പ്പിക്കുന്നു, മറ്റൊരാൾ രാജിവച്ചില്ലെന്ന് പറഞ്ഞു. ഈ കള്ളന്മാരിത് ഇപ്പം പാഠം പഠിച്ചിട്ടില്ല. അതൊക്കെ പഠിക്കുമ്പോൾ ഈ രാഹുലിനോട് ചോദിക്കുകയാണ്, 20% വരുന്ന ഒരു വിഭാഗമുണ്ട് ഇന്ത്യയിൽ. അവരെ കുറിച്ച് നിങ്ങളുടെ ചർച്ചയിൽ എവിടെയെങ്കിലും ബന്ധമുണ്ടോ? ഒരു ആളിനെ കുറിച്ച് ഒരു സംഭവിച്ചു. ആസാമിൽ എത്ര പേരെ കുടുംബം അന്യാധീനപ്പെടുത്തി, കുടുംബം നശിപ്പിച്ചു. ഒരാൾക്ക് ഈ രാഹുൽ ഗാന്ധി വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടോ? നിങ്ങൾ ബീഹാറിൽ പോയി കളിക്കണ്ടല്ലോ. ബീഹാറിൽ പോയി കളിക്കുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കളി പൊറുക്കണമെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക, പേര് ചേർത്തിട്ട് അവർ വോട്ട് ചെയ്യിക്കുക. അതിപ്പോഴും രാഹുൽ കളിക്കണില്ല. രാഹുലും പ്രിയങ്ക കാണിക്കുക ആൾക്കൂട്ടാണ്. ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത് മണ്ടന്മാരെ, അലസന്മാരെ, മന്ദബുദ്ധികളുടെയാണ്. ഒന്നും ചെയ്യണ്ടല്ലോ, അവിടെ നിന്ന് കൊടുത്താൽ മതി. ജനങ്ങൾ കൂടെ കൂടിയിട്ട് കാര്യമില്ല. പൊന്ന് മോനെ, ജനങ്ങൾ കൂടെ കൂടിയെങ്കിൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മോഡിയുടെ കൂടെ ആരുമില്ല, കസേര മാത്രമേ ഉള്ളൂ. പക്ഷേ ഇലക്ഷൻ വന്നപ്പോൾ തട്ടിപ്പീട്ടാന്ന് കഴിയില്ല. ഇലക്ഷൻ ഉപയോഗിച്ചു ഭൂരിപക്ഷം, വളരെ ഭൂരിപക്ഷത്തിൽ. നിങ്ങൾ ഈ കളിയോടൊന്നും അധികാരം പിടിച്ചെടുക്കാൻ പറ്റില്ല. അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം, എന്നിട്ട് അവർ വോട്ട് ചെയ്യിക്കുക. വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിന് വോട്ട് പെട്ടോട് മാറാതിരിക്കുക. ഇപ്പം നിങ്ങൾ കെട്ടിഘോഷിക്കുന്നുണ്ട് EVM മാറ്റി ബാലറ്റ് പേപ്പറിലാണല്ലോ ജാർഖണ്ഡ് നടത്തിയത്. കഴിഞ്ഞ 11 സീറ്റിലും BJP കൊണ്ടില്ലേ, ഒരൊറ്റ സീറ്റുകൾ കിട്ടിയോ? അപ്പോൾ അതിലും വേണ്ടി തട്ടിപ്പ് ചെയ്യാം, വളരെ ഈസിയായിട്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞൊരു യോഗത്തിൽ VTHൽ പ്രസംഗിച്ച പറഞ്ഞാണ്, അവലും ഏറ്റവും ഈസിയായിട്ട് ചെയ്യാം, EVM-നേക്കാൾ എളുപ്പം ചെയ്യാം. അതിൽ ബഷീർ ഡേറ്റ് നോക്കിയിട്ട് പ്രിന്റ് ചെയ്യാണ്. ഇത്ര ദിവസം കഴിഞ്ഞ് വറ്റുന്ന മഷിയുണ്ട്, ഇത്ര ദിവസം കഴിഞ്ഞ് തെളിയുന്ന മഷിയുണ്ട്. ആ ഡേറ്റ് നോക്കിയാൽ ആവശ്യമുള്ള സീറ്റിൽ സീൽ ചെയ്ത് പോകുന്നതാണല്ലോ. ഒരു കുഞ്ഞും അറിയില്ല. പണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഇത് വോട്ടോ 90% വോട്ടോ കിട്ടി, അയാൾക്ക് ഭരിക്കാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ എന്തോ കുറച്ച് സാമ്പിൾ നടത്തി പറയുന്നുണ്ട്, പുറത്ത് വന്നിട്ടില്ല. അങ്ങനെയുണ്ട്. പിന്നെ ചെയ്യട്ട് ആനപ്പെട്ടി കാളപ്പെട്ടി അതാണ് വിജയിക്കട്ട്. അതുപോലെ പറഞ്ഞ പറ്റുമോ? ആൾക്കാർ സമ്മതിക്കുമോ? ഞങ്ങൾ വീണ്ടും പറയുന്നത് ഈ 20% വരെ ഞാൻ മുസ്ലിങ്ങൾ വേണ്ടി വാദിക്കുന്ന പാർട്ടിയാന്ന് നിങ്ങൾ പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. കാരണം നീതി എല്ലാവർക്കും ലഭിക്കണ്ടേ. ഇപ്പം നിങ്ങൾ സുപ്രീം കോടതി ജസ്റ്റിസായ കോടതിയാണല്ലോ നിർത്തിയത്. ക്രിസ്ത്യാനിയാണല്ലോ അറിയാലോ. നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തി. ഇപ്പം ചന്ദ്രശേഖർ മറിക്കും, മറ്റും മറിക്കും, ഉദാഹരണം മറിക്കും പറഞ്ഞിട്ട് എവിടെ മറിച്ചിടോ? അപ്പോൾ ഗഡ്കരിയെ പറയും, അപ്പോൾ പോണു ഗഡ്കരിയെ കൊണ്ടുവന്ന് ഗഡ്കരിയെ കൊണ്ടുവന്നിട്ട് ഗാർഗെ കെട്ടിപ്പിടിച്ചു പോകണം. ഓക്കെ, അതൊക്കെ ഒരു പരീക്ഷമാണ്. പക്ഷെ VP സിംഗ് അല്ല ഗഡ്കരി. VP സിംഗ് പക്ക സാധാരണ സോഷ്യലിസ്റ്റ്വാദിയായത്. ഗഡ്കരിക്ക് പക്ക അറസ്റ്റുകാരൻ. അവർ എന്ത് മാറ്റം വന്നാലും അവർ കാത് വിട്ട് ഒരു ഇഞ്ച് പോകില്ല. അതിലൊരു കളി എന്താ വെച്ചാലോ, മോഡിക്ക് എന്തെങ്കിലും കാരണം ക്ഷീണം പറ്റിയാലും പക്ക അറസ്റ്റുകാരനായിരിക്കും അടുത്ത പ്രധാനമന്ത്രി. ഒരു RSS ട്രെയിനിങ് കഴിഞ്ഞ ആൾക്ക് എത്ര മാനസാന്തരം വന്നാലും മാറില്ലെന്നാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. അത് എളുപ്പവഴി ക്രിയ ചെയ്യണം. അത് ഇത്രയൊന്നും വേണ്ടായിരുന്നു. ആ നിതീഷ് കുമാർ ഇറങ്ങി വന്നപ്പോഴേ അയാൾ കൺവീനർ സ്ഥാനം ചോദിച്ചോളൂ, അല്ലാതെ പ്രധാനമന്ത്രി സ്ഥാനം അപ്പം ചോദിച്ചില്ല. അന്ന് ബ്രാഹ്മൺ സ്ത്രീയായ നമ്മുടെ പശ്ചിമബംഗാൾ അവർ സമ്മതിച്ചില്ല. അവർക്കൊരു ദളിതരൊന്നും ആക്കാൻ പറ്റില്ല. കോൺഗ്രസിലെ കള്ളന്മാർ സമ്മതിച്ചില്ല, ദളിതനാക്കാൻ പറ്റില്ല. ഇപ്പം എന്താണ്, ദളിതല്ല വേണ്ടപ്പോഴും, അപ്പോഴും ഗഡ്കരി വേണമെന്ന്. അറസ്റ്റ് തരണമല്ലോ, പക്ക അറസ്റ്റ് തരണമല്ലോ.
ഈ മോഡിയേക്കാൾ RS ഭക്തരാണ് ഈ കിട്ടുന്നത്. ഈ കളി കൊണ്ടൊന്നും നടക്കില്ല പൊന്ന് രാഹുൽജി. നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ല. നിങ്ങൾ ഈ ആൾക്കൂട്ടം ഉണ്ടാക്കല്ലാതെ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയല്ല. നിങ്ങൾ എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്താലും ഇതിനെ വോട്ട് ചെയ്താലും എനിക്ക് വിരോധം ചെയ്തിൽ കുഴപ്പമില്ല. എന്നെ പറയാനുള്ള കാര്യം ഞാൻ പബ്ലിക്കിൽ അറിയിക്കും. എന്താ വെച്ചാലോ, ആൾക്കൂട്ടല്ല ഇലക്ഷൻ വേണ്ടത്. ഇലക്ഷനിൽ വേണ്ടി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്ത് വോട്ട് ചെയ്ത് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിനും അതിന് പുറകിൽ നിൽക്കണം. അങ്ങനെ പുറകിൽ നിന്ന സ്ഥലത്ത് UP ചില സ്ഥലത്ത് തട്ടിപ്പടുത്താൻ പറ്റിയിട്ടില്ലല്ലോ BJPക്ക്. അവിടെ SP സമാജ് പാർട്ടി ആൾക്കാർ പ്രവർത്തകർ കണ്ണിലെണ്ണ വെച്ച് കാത്തിരുന്നു. കോൺഗ്രസ് അങ്ങനെ ചെയ്യാനുണ്ടോ? നിങ്ങൾ ബൂത്തിലേക്ക് ആളുണ്ടോ? ഈ ആൾക്കൂട്ടല്ലാതെ കോൺഗ്രസ് ഇമ്മണി ഈ കിങ്ങിണിക്കുട്ടന്മാർ. ഇപ്പോൾ ഒരു കിങ്ങിണിക്കുട്ടൻ കേരളത്തിൽ മറ്റേ കരുണാകരൻ്റെ മകൻ ഇന്നലെ ഇപ്പോഴത്തെ എന്തൊക്കെ പ്രഖ്യാപനമായിട്ട് വരുന്നുണ്ട്. അതിന് മകള് പത്മകുമാർ 1 കോടി 2 ലക്ഷം 3 ലക്ഷം വിലയുള്ള പട്ടുസാരി സ്വർണ്ണ നൂൽ തന്നെ പട്ടുസാരി കൊടുത്താ നടക്കുന്നത്. അന്ന് കണ്ട ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, സർവാഭരണ വിഭൂഷയായിട്ട് KTCയുടെ ചെയർമാനായിരിക്കുമ്പോൾ വന്നത്. ഇതൊന്നും അല്ല രാഷ്ട്രീയം, അത് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു വഴിക്ക് പോയില്ലേ. ഇനിയിപ്പോൾ മുരളീധരൻ ഇപ്പോഴും ഇവർക്കെല്ലാം പഴയ ആൾക്കെല്ലാം പുതുമകൾ കൊടുക്കാൻ പരിപാടിയില്ലെന്ന്. നിങ്ങൾ എവിടെ കളിക്കുന്നു, എവിടെ നോക്കുന്നു? ഇനിയിപ്പോൾ അത് അസംബ്ലി ഇലക്ഷൻ വരുമില്ല. കഴിഞ്ഞ ആൾക്കാർക്കെല്ലാം നിൽക്കട്ടെ, പുതിയൊരു ഓർഡർ ഉണ്ടാക്കും. സ്പെഷ്യൽ ഓർഡർ മന്ത്രിമാരിടും പോലെ കൈക്കൂലി വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ സ്പെഷ്യൽ ഓർഡർ. അപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് പൈസ കൊടുത്തോളൂ. അതാണ് ഈ സ്പെഷ്യൽ ഓർഡർ. തട്ടിപ്പാണത് മന്ത്രിമാരിടുന്ന സ്പെഷ്യൽ ഓർഡർ. അവർക്ക് കാശ് വാങ്ങിക്കുന്ന രേഖ മാത്രമാണത്. ഇതുപോലെ രാഹുൽ ഗാന്ധി നിങ്ങൾ 20% വോട്ട് ചെയ്ത് ആർക്കത് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ? എത്ര ഉണ്ടോ ഇന്ത്യയിൽ ഈ പറഞ്ഞ വിഭാഗം? യഥാർത്ഥ കണക്ക് പുറത്തുള്ള വന്നതിന് 10-20% ഉണ്ട്. 30 കോടിയോളം വരുന്നുണ്ട്. അതിൽ 99.9% വോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കല്ലേ? നിങ്ങൾ ഏതെങ്കിലും ലിസ്റ്റിൽ ഒരാളുടെ പേരിൽ കേട്ടാൻ നോക്കുന്നുണ്ടോ? നിങ്ങളുടെ ഒപ്പം നിർത്താൻ 5-ോ 6-ാമത്തെ ഒരാളെങ്കിലും ഉണ്ട് നിങ്ങളുടെ കൂടെ. നിങ്ങൾ കേവലം 1003% നായർ വിഭാഗം ഇന്ത്യയിൽ ജനസംഖ്യയിൽ. കാരണം 150 കോടി, ഇവിടെ 30 ലക്ഷം. 150 കോടിയെ 30 ലക്ഷം ഹരിക്കുമ്പോൾ 1000-ൽ 3 100-ൽ അല്ലെങ്കിൽ 100% 1%. 100% അതാണ് ജനസംഖ്യ കപ്പാസിറ്റി. അവരെ നിങ്ങൾ കൊണ്ട് നിർത്തിയില്ലേ കോൺഗ്രസ് ഏറ്റവും വലിയ സ്ഥാനത്ത്? അതിനു മുമ്പ് 2% അന്തോണിയെ കൊണ്ട് നിർത്തിയില്ലേ? ഇതൊക്കെ നിർത്തിക്കോ. പാർട്ടി വളരുമെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് പാർട്ടി വളർന്നോ? കളിച്ചുകൾ ഇപ്പോൾ BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ്. തീർന്നില്ല കൂടി. മുസ്ലിം ലീഗ് കാര്യം 4-1 മുസ്ലിങ്ങളെ ഉള്ളൂ, ബാക്കി 3 പേര് പുറത്താണ്. ഈ 4-1 മുസ്ലിങ്ങൾ വെച്ചുകൊണ്ട് അവൻ കൊണ്ട് BJPക്ക് സപ്പോർട്ട് ചെയ്താൽ അല്ലെങ്കിൽ LDF സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ എവിടെ ചെന്ന് വാ വിളിക്കും? അതവണ നിങ്ങൾക്കൊന്നും യാതൊരു ആത്മാർത്ഥതയില്ല, യാതൊരു സത്യസന്ധതയില്ല. നിങ്ങൾക്ക് കുറുക്ക് വഴി കയറി നേതാവാകണം നല്ലത്. എങ്ങനെയാണ് വോട്ടിൻ്റെ സോഴ്സ്, വോട്ടിൻ്റെ പാറ്റേൺ അത് നിങ്ങൾക്കറിയില്ല. ഇത്രയും പരസ്യമായിട്ട് പറയാൻ ആരോടും ഒരു ധൈര്യം കാണിക്കുന്നത്? പറയില്ല, അയ്യോ അവൻ്റെ സ്ഥാനം പോകും. എനിക്കങ്ങനെ സ്ഥാനമൊന്നും വേണ്ട. ഞങ്ങൾ ഗ്രൂപ്പ് പറയുന്നത് അങ്ങനെ സ്ഥാനമൊന്നും വേണ്ട, നമുക്ക് സത്യത്തിൽ നിൽക്കണം. ബുദ്ധിരാക്ഷസന്മാരവർ എന്നെ പോലെ മണ്ടരൊന്നുമില്ല. ഞാൻ എൻ്റെ ശബ്ദത്തിൽ കൂടി പറയുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ അല്ലതൊന്നും എനിക്കൊന്നും അങ്ങനെ പറയാനുള്ള കഴിവില്ല. പക്ഷെ ബുദ്ധിരാക്ഷസന്മാരായ ഗ്യാങ് ഉണ്ട്, 10-30 പേരുണ്ട്. എല്ലാത്തിനും ആൾക്കാരുണ്ട്. അതിൽ BJP ഒരുപാടുണ്ട്. കാര്യം നിഷ്പക്ഷവതികളുണ്ടല്ലോ എല്ലാത്തിലും. അതുപോലെ BJP നിഷ്പക്ഷവതിയുണ്ട്. നാടിനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്, അവരുണ്ട്. അതാണ് മതി. പിന്നെയും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ 20%. ഞാൻ വീണ്ടും വേണ്ടി ചോദിക്കുകയാണ്, ഈ 20%-ഓളം വരുന്ന വോട്ടർമാരിൽ ഒരാളെക്കുറിച്ച് ഈ രാഹുൽ ഗാന്ധി, പ്രിയങ്കയോ സോണിയോ അല്ലെങ്കിൽ ഗാർഗയോ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഏതെങ്കിലും സ്റ്റേറ്റിൽ നിങ്ങൾ 2ാമത്തെ ഒരാൾ, ശരി, അല്ലെങ്കിൽ 3ാമത്തെ ഒരാൾ, 2% ക്രിസ്ത്യാനി, രാഹുൽ ക്രിസ്ത്യാനി പോട്ടെ, അല്ലെങ്കിൽ 10-20% വരുന്ന ദളിത്, അതും പോട്ടെ. എന്നാലും ബാക്കി എപ്പോഴും 20% മുസ്ലിങ്ങളില്ലേ? അതിൽ 2ാമത്തെ ഒരാളെങ്കിൽ 3ാമത്തെ ആൾ നിങ്ങൾ വഹിക്കുന്നുണ്ടോ? ഒരാളുടെ പേര് പറയാമോ നിങ്ങൾക്ക്? ഒരു ഷെമാ മുഹമ്മദ് നിങ്ങൾ വെച്ചല്ലോ. അതാരാണ് ഷെമാ മുഹമ്മദിന്റെ യോഗ്യത? അവർ ഭർത്താവ് ഒരു ഇറ്റലിക്കാരൻ മാത്രമേ, വേറെ ഒരു യോഗ്യത ഉണ്ടോ? എന്നിട്ട് അവർ സ്പോക്സ്മാൻഷിപ്പ് അത് മാറ്റി വീടൊരു ക്രിസ്ത്യൻ പെൺകുട്ടി കൊടുത്ത്. കേരളത്തിലെ കാര്യം പറഞ്ഞത്. ക്രിസ്ത്യൻ വോട്ട് നിങ്ങൾക്ക് എത്ര കിട്ടും? 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടേ കിട്ടാൻ സാധ്യതയുള്ളൂ കോൺഗ്രസ്. ബാക്കി 35 വോട്ട് കിട്ടുന്നു ഈ മുസ്ലിങ്ങളുടെ വോട്ടാണ്. എന്നിട്ട് നിങ്ങൾ കണക്കെടുക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഈ ബുദ്ധിയില്ലാത്ത മുസ്ലിങ്ങൾ ഈ കോൺഗ്രസ് നേതാക്കളെ വാലാട്ടി നിന്ന് വാമൂളി നിന്ന് ഒരു MLA സ്ഥാനം വാങ്ങിക്കുക, കഴിയും മന്ത്രിസ്ഥാനം വാങ്ങിക്കുക. അതിൽ കവിഞ്ഞ് ഒരു ലക്ഷ്യമില്ല. സമുദായത്തെ നോക്കാൻ താല്പര്യമില്ല.
സമുദായത്തിനോട് വാദിച്ചാൽ അവൻ ഭീകരവാദിയാവും, പിന്നെ എന്താണ് വർഗീയവാദിയാവും. എടോ, അങ്ങനവൻ്റെ സമുദായത്തെ ന്യായമായ അവകാശങ്ങൾ വേണമെന്ന് പറയുന്നത് വർഗീയവാദമല്ലെന്ന്, ദേശീയവാദം, പിന്നെ ദേശീയവിരുദ്ധമല്ല. നമ്മൾ അധിവസിക്കുന്ന ഭൂമിയിൽ ഭരിക്കുന്ന ഈ സർക്കാർ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സമുദായത്തിന് എല്ലാ സമുദായങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് ചെറ്റത്തരല്ല, മണ്ടത്തരല്ല, വർഗീയവാദമല്ല, പിന്നെ ഭീകരവാദമൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്നതാണ് ഭീകരവാദം അല്ലെങ്കിൽ വർഗീയവാദം. ഇത് കോൺഗ്രസ് അതൊക്കെ മിണ്ടുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു കണക്ക് പറഞ്ഞല്ലോ, എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്? 100 ഈഴോ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഓരോ ഈഴോ വോട്ടാണ് കോൺഗ്രസ് കിട്ടുന്നത്, UDF കിട്ടുന്നത്. എന്നിട്ടും കോൺഗ്രസ് ഈഴോ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ ആ ക്രിസ്ത്യാനി മാപ്പിളയെ മാറ്റിയിട്ട് ഇപ്പോൾ വീട് ഈഴവരായ സുധാകരനെ ഏൽപ്പിക്കാൻ പോകുന്നത് കേട്ട്, വാർത്ത കേട്ട്. ഈ പാമ്പും കോണിയും കളിക്കുന്നല്ലാതെ രാജ്യം ഭരിക്കാനും പിടിച്ചെടുക്കാനുള്ള വലിയ തന്ത്രം കാണിക്കണ്ടോ? ഒരു തന്ത്രം കാണിക്കുന്നില്ല. ഈ നിന്ന മുഖങ്ങൾ തന്നെ ഈ എന്താണ്, ഒന്നുകിൽ ചേട്ടൻ വെയിലിട്ടപ്പോൾ ഞാൻ ഊണ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കുമ്പോൾ ചേട്ടൻ വെയിലിട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഊണ് കഴിക്കും ഞാൻ, ചേട്ടൻ വെയിലിട്ടാൻ പോകണം. 2 രീതി പറഞ്ഞാലും അതാണ്. അതുപോലെയാണ് ഈ എത്തൊക്കെ പരിഷ്കരണവാദം വന്നാലും കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ആ പഴയ ഫോർമുല നിൽക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷൊക്കെ പുറത്ത് പാർട്ടിയതല്ല, ഈ സ്ഥാനം മാറ്റുന്നതിന് 2 ടേമിൽക്കുള്ളിൽ മത്സരി കൊടുക്കുക എന്നുള്ള പോളിസി വയ്ക്കണല്ലേ, എങ്കിലും പുതിയതായിട്ട് ആൾ വരുള്ളൂ. ഇന്നലെ ഞങ്ങളൊരു യോഗം കൂടി, ഒരു 10-150 പേരുണ്ടായി. ആകെ 30 വയസ്സിൽ താഴെയുള്ളവർ 4-5 പേരുണ്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് അപകടം. ഞങ്ങൾ ഈ തല നയിച്ച ആൾക്കാരുള്ളൂ, അവർ കാലം കഴിഞ്ഞാൽ പിന്നെ ഈ പ്രസ്ഥാനം ആദ്യം ഏറ്റെടുക്കും. അതില്ല, അതിൻ്റെ കോൺഗ്രസിൻ്റെ അവസ്ഥ. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റാക്കി വെച്ചു, ആരോപണം. ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നില്ലെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണം. ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ, സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ KPC പ്രസിഡന്റ് തുല്യമാണ്. ആരെയൊക്കെ ശക്തമാണ്, യുവജനത്തിൻ്റെ അല്ലേ. ആ ആളെ കുറിച്ചാണ് ഈ കാണായ കുഴപ്പങ്ങളെല്ലാം വരുന്നത്. ഒരു രാഷ്ട്രീയക്കാരന് ചോദിച്ചാണോ അങ്ങനെ വരുന്നത്, അങ്ങനെ ഒരു ആക്ഷേപം വരുന്നത്? അത് എന്നിട്ട് അവിടെ 2 വർഷമായി. അതാ പറഞ്ഞ് ഇവർ നശിപ്പിച്ചടുങ്ങുള്ളൂ. ഇനിയിപ്പോൾ അന്തോണി ഇപ്പോൾ വീണ്ടും വന്നിരിക്കും. അന്തോണിയും കൂടി അടുത്ത് കേരളത്തെയും കൂടി BJP കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കെല്ലാം സ്വസ്ഥമായിട്ട് ഭൂമിയിൽ നിന്ന് പോകാം. അന്ന് ഷീല ദീക്ഷയുണ്ടായില്ലേ, നിങ്ങളുടെ ഷീല ദീക്ഷ കോടികൾ സമ്പാദിച്ച് കട്ടെടുത്തിട്ടാക്കിയിട്ട് അവൾ എന്ത് ചെയ്യുന്നില്ല, അവൾ BJP അധികാരത്തിൽ കയറ്റാൻ സാഹചര്യം നോക്കിയിട്ട് അവൾ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പോയി. അതുപോലെ അന്തോണി പൊളിയുടെ അന്തോണിക്ക് ഇപ്പം എന്താണ്, അന്തോണി BJP കയറ്റണം, എന്നിട്ട് വേണം പുള്ളിക്ക് സ്വർഗത്തിലേക്ക് തരകത്തിലേക്ക് പോകാൻ. അങ്ങനെ ഓരോരുത്തരും എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? എവിടെയാണ് വോട്ട് കിടക്കുന്നത്? നമ്മൾ 100 വോട്ട് ചെയ്യുമ്പോൾ 35 വോട്ട് കിട്ടുന്ന ഈ വർഗത്തെയാണെങ്കിൽ അവർക്കുള്ള പരിഗണനകൾ കൊടുക്കുന്നുണ്ടോ എവിടെയെങ്കിലും മേഖലയിൽ, സ്ഥാനമാനങ്ങളിൽ? നിങ്ങൾ നക്കാപ്പിച്ച ലീഗിന് എന്തെങ്കിലും കൊടുക്കും. ലീഗിന് കൊടുത്തിട്ട് കാര്യമില്ല. ആകെ വോട്ടർമാരിൽ 4-1 5-1 ലീഗ് അനുഭാവികൾ മുസ്ലിങ്ങളിൽ, ബാക്കി 5-4 ഭാഗവും പുറത്തു കിടക്കാണ്. അത് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ലീഗ് വിരോധം കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞാക്ക് വിരോധം, ഞാൻ വല്ല കുഞ്ഞാക്കനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണിക്കാൻ തെറ്റില്ല. ഏറ്റവും സീനിയർ മോസ്റ്റാണ്. പക്ഷേ മുസ്ലിം എന്ന പേര് മാറ്റിയിട്ട് ഒരു ദേശീയതായിൽ നിൽക്കണം. അതൊന്നും വേണ്ട. ആ മുസ്ലിം എന്ന് നിന്നുകൊണ്ട് ആ നക്കാപ്പിച്ച് കിട്ടി ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതമ്പതിച്ച് അവസാനം നശിപ്പിച്ചു കളയാം. അല്ലെങ്കിൽ 3-1 ജനസംഖ്യ ന്യൂനപക്ഷങ്ങളില്ലേ, 20% മുസ്ലിങ്ങളില്ലേ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് 77 വർഷം കൊണ്ട് ഒന്നും ആകാൻ പറ്റിയില്ല. ഇപ്പം ഡൽഹിയിൽ ഓഫീസോട് മുസ്ലിം ലീഗ് പേര് വഹിക്കാൻ പോലും പറ്റൂടോ കാക്കന്മാരെ? ഇതൊക്കെ എത്ര കാലം ഇനി പറയും? ഞാനൊക്കെ എത്ര കാലമുണ്ട്? വളരെ കുറഞ്ഞ സമയം ഞാനൊക്കെ ഈ ഭൂമി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്നത്. പക്ഷെ പറയട്ടെ, നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം എന്ന പേര് മാറ്റം ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ ദേഷ്യം കൊണ്ടാണോ? നിങ്ങൾ ഡൽഹിയിൽ ഒരു പാർട്ടി ഓഫീസ് 77 വർഷത്തിന് ശേഷം 1948 മാർച്ച് 10 തുടങ്ങി നിങ്ങളുടെ പാർട്ടിയുടെ 77 വർഷം, 78ാമത്തെ വർഷമാണ്. 78 വർഷത്തിന് ശേഷം ഡൽഹിയിൽ വേറൊരു ഓഫീസ് തുടങ്ങി. അത് നിങ്ങൾ മുസ്ലിം ലീഗ് എന്ന് ബോർഡ് വയ്ക്കാൻ പറ്റുമോ? ഇത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വയ്ക്കാൻ പറ്റാത്തത്? ഇനിയിപ്പോൾ മുസ്ലിം ലീഗിൽ ഇപ്പോഴത്തെ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു ടീം. ആ ടീം കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ യുവജനങ്ങളെ വളർത്തിയെടുത്തിട്ടുണ്ടോ? എനിക്ക് വളരെ താല്പര്യം കേസ് ഞാൻ പറയാം അല്ലേ. പിന്നെ
ബീരാൻ സാഹിബിൻ്റെ മകനെ രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്തത് വളരെ കറക്റ്റാണ്. അദ്ദേഹം ഡൽഹിയായിട്ട് ബന്ധോട്ട് വക്കീലാണ്, നിയമം അറിയാം, അത്യാവശ്യം ശാന്തനാണ്, കുഴപ്പമില്ല. അങ്ങനെയുള്ള കഴിവുള്ളവർ വരണം, പുതുതലമുറ. ആരും കൊണ്ടുവരണം. ഒരു ഷാജിൻ്റെ പുതുതലമുറ. ഷാജിക്ക് ഈ ആവേശം കാണിക്കല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഇതിട്ട് എന്നാൽ ജയിക്കുകയില്ല, സീറ്റ് കിട്ടുകയില്ല, കൊടുത്തൊക്കെ ജയിക്കുകയില്ല. കാരണം കുഞ്ഞാക്കൊക്കെ എതിരാണെന്ന് പറയുകയാണ്. കുഞ്ഞാക്ക സമ്മതിക്കുമോ? അപ്പം നിങ്ങൾ ഇളം തലമുറ വളർത്തിക്കൊണ്ടുവരുന്നുണ്ടോ? കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്നുണ്ടോ? അവിടെയാണ് വിഷയം. ഇപ്പം ആർ എസ് പി നിങ്ങളുടെ കൂടെ അത് പിളരാൻ പോവാണ്, വില്ലിഫിൽ പോവാണ്. സതീശൻ എല്ലാം കെട്ടിപ്പിടിക്കാൻ നടക്കുകയാണ്. ആർ എസ് പി പിളർന്ന് ഷിബു ജോൺ ഇപ്പോൾ എൽ ഡി എഫിൽ പോകാൻ കാരണം രണ്ടുപേർക്ക് മന്ത്രിയാകണം. ഒരു മന്ത്രിസ്ഥാനം കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് മുന്നണിക്ക് ബാധിച്ചു. ഒരു മുന്നണിയിൽ ഇവിടെ നിൽക്കുക, ഒരു മുന്നണി അവിടെ നിൽക്കുക. ഏതിൽ ഒരെണ്ണം കിട്ടിയാൽ മന്ത്രിയാവും. അവൻ്റെ സ്വാർത്ഥ താല്പര്യം നോക്കി. ഇത്രയും ആനുകൂല്യം കിട്ടി നമ്മുടെ പ്രേമേന്ദ്രന്. എന്നിട്ട് ഇപ്പോഴും അസംബ്ലിയിലേക്ക് വന്ന് മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നത് അന്ത്യാഭിലാഷം. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടികളിൽ ഒരു പഞ്ചായത്ത്, ഒരു MLA ആകാത്ത, പഞ്ചായത്ത് മെമ്പറാകാത്ത എത്ര പേരുണ്ട്? അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുള്ള അതാണ്. ഇപ്പോൾ അച്ഛനും മൂന്ന് പറയുമ്പോൾ ബേബി ജോണിൻ്റെ മകൻ കയറി LDF പോയിട്ട് മന്ത്രിയാകാൻ നോക്കുകയാണ്. അല്ലെങ്കിൽ ഇത് പ്രേമേന്ദ്രൻ UDF നിന്ന് മന്ത്രിയാകാൻ നോക്കുകയാണ്. അപ്പോഴെല്ലാം എത്ര പേരുണ്ട് നിങ്ങളുടെ കൂടെ? ഒരു മുസ്ലിം സാഹിബൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ. ഉണ്ടായതല്ലോ. CPI ഉണ്ടായിരുന്നല്ലോ ഇസ്മായിൽ സാഹിബൊക്കെ. അവരെവിടെ പോയി? അല്ലെങ്കിൽ അതുപോലെ എത്ര നിങ്ങൾ ആ സമുദായത്തിൽ അവർ CPIക്ക് അധപത്തിലേക്ക് പോകണം. CPI 4 മന്ത്രി വരെ 4 ഈഴവർ വയ്ക്കും. ഈഴവർ വോട്ട് കണ്ടോ? എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുക്കണ്ടേ? എന്നിട്ട് വെള്ളാപ്പള്ളി ചോദിച്ചാണ് മുസ്ലിം ലീഗിൽ മുസ്ലിമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവളെ കയറ്റി വെച്ചാൽ അത് ജനാധിപത്യ മതേതാവില്ല. അവരാ പേര് മാറ്റി ദേശീയതാരിൽ വരണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാകുന്നില്ല. നിങ്ങൾ മുസ്ലിങ്ങളുടെ കഴിവ് മനസ്സിലാകുന്നില്ല. മറ്റെല്ലാവർക്കും കിട്ടുമ്പോൾ അവർക്ക് കിട്ടുമെന്ന് പറയല്ല, അവർക്ക് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നില്ല. ആലോചിച്ച് നോക്കി. 20 മന്ത്രിസ്ഥാനമുള്ളതിൽ എത്ര ഉണ്ട്? LDF എത്ര മുസ്ലിങ്ങളുണ്ട്? ഒരാളിപ്പോൾ ജാതി മാറി ഇപ്പം ഒരു മകളെ കല്യാണം കഴിച്ചിട്ട് മുസ്ലിം പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ അവിടെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു നാമധാരി മാത്രം. പിന്നെ അബ്ദുറഹ്മാൻ, അത് എവിടുന്ന സ്വതന്ത്രൻ. 14% ഉണ്ട് ഹാനം കേരളത്തിൽ. മുനിസിപ്പൽ പാർട്ടിയിൽ കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ്. എന്നിട്ട് കൊടുത്ത് ഒരു മന്ത്രി അത് സ്വതന്ത്രന് ഒരാളുടെ പങ്കിട്ട് വിട്ടുപോയി. ഇതൊന്നും ശരിയല്ല പിണറായി. ഈ വെള്ളപ്പള്ളി കൊണ്ടുവരുന്നതൊക്കെ നിങ്ങളുടെ നാശത്തായ. അപ്പം എന്ത് വന്നാലും പിണറായി ഗവൺമെൻറ് താഴെ പോകും. UDF അധികാരം കിട്ടുന്ന പ്രശ്നമാണ് തീർക്കാൻ പോകണം. ഞാൻ വിചാരിച്ചത് ക്രിസ്ത്യാനി ആ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നയാൾ അദ്ദേഹം വച്ച് ഓക്കെ, ഒരു ജയിച്ചില്ലെങ്കിലും ഒരു 10-20 നോട്ടിലും കൂടുതൽ പിടിക്കുന്നതാണ്. കാരണം ആന്ധ്രയിൽ മുഴുവൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് എന്നാൽ അവർക്ക് ഇല്ലേ വേട്ടെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതോ കിട്ടിയില്ല. രാഹുൽ ഗാന്ധിയുടെ കളി വലിയ ഇതാണ്. ആരാണ് അത്? അമേരിക്കന്നാണ് അത് വന്ന ആ റിസൾട്ട്. ഇവിടെ വയനാട്ടിൽ ഒരു സീറ്റുണ്ട് എന്ന് പറഞ്ഞത് CIA ആണ് ആദ്യമായിട്ട് പറഞ്ഞത്. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു അത് ഞങ്ങൾ 6 മാസം തീരുമാനിച്ചു. 6 മാസം തീരുമാനിച്ചു. ഞാൻ ഉമ്മൻചാണ്ടി ചോദിച്ചു, അതേ മരിച്ചില്ല. പിന്നെ എന്തിനോടും ആ സിദ്ദീഖിനെ അവിടെ സീറ്റ് കൊടുത്ത് കളിയാക്കിയല്ലേ? ഇപ്പോൾ ഉമ്മൻചാണ്ടി അതൊന്നുമില്ല, ആരും പറഞ്ഞില്ല. അമേരിക്ക ചാരസംഘടന പറഞ്ഞ് ഇവിടെ തോൽക്കാൻ സാധ്യതയുണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരു സുരക്ഷ സീറ്റ് വെക്കാൻ പറഞ്ഞ് വയനാട് മത്സരം ജയിച്ചു. അല്ലെങ്കിൽ നഷ്ടം പോയില്ല, നാണം പോകില്ലോ. അതുപോലെ ഇപ്പോഴും ഈ ആന്ധ്രക്കാരൻ ക്രിസ്ത്യാനിയും ഭൂരാഷ്ട്രം വെച്ച അമേരിക്കയുടെ നിന്ന് റിപ്പോർട്ട് വന്നത്. അത് വേറെ കളി. ഇപ്പോഴത്തെ സംഘപരിവാറിൻ്റെ വേറെ കളി, രാഹുൽ ഗാന്ധിയുടെ മറ്റു കളി. ഈ 2 കളിയിൽ പെട്ടി ഇവിടുത്തെ പിന്നോക്കത്തിൽ ന്യൂനപക്ഷമായ 88% വിഭാഗങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല, പോകുന്നില്ല. അവർക്ക് വെറും വഴിയമ്പലാക്കാണ്. ഇപ്പോൾ ഗഡ്കരിക്ക് സ്ഥാനം കൊടുത്തു, ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി ക്രിസ്ത്യാനിക്ക് കൊടുത്ത്, ദളിതിന് പിന്നെ ഗാർഗൊക്കെ വെച്ചിട്ടുണ്ട്. ഗാർഗ് തന്നെ നിൽക്കാൻ പറ്റില്ല. ഗാർഗൊക്കെ എത്ര കോടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് പേരുപയോഗിച്ചിട്ട് എത്ര ലക്ഷം കോടി ഉടമയാണെന്നറിയും. ഈ ഗാർഗയൊക്കെ ഇത്ര ലക്ഷം കോടി രൂപയുടെ ഉടമയാണ്, നിസ്സാരക്കാരൊന്നുമില്ല, അല്ലാതെ വഹിക്കില്ല. അപ്പോഴും കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചിലപ്പോൾ ഒന്നും ഒരു തടസ്സം പറ്റില്ല. ഇപ്പോൾ ശശി തരൂർ എവിടെയും കൊള്ളിക്കായിരുന്നു, അയാൾ കളഞ്ഞ്. ഇനി ശിവമാന്ന് എപ്പോഴാണ് പുറത്തു വിടുന്നത് അറിയില്ല. അങ്ങനെ പല നേതാക്കളെയും സോണിയാഗാന്ധി വിട്ടുകളഞ്ഞ്. ഇതൊക്കെ സ്വല്പം വിഷമമുണ്ട്. അതാണ്. അല്ല എനിക്ക് സോണിയാഗാന്ധിയോടും പ്രിയങ്കയോടും അല്ലൊന്നും ഒരു ഇഷ്ടം ഉണ്ടായിട്ടില്ല. വിജയിക്കണം, വിജയിച്ചു വന്നെങ്കിൽ കുഴപ്പമില്ല. വിജയിച്ചപ്പോൾ
ഞങ്ങൾ അന്ന് അധികാരം കിട്ടും 10 പേരെ വെച്ചാൽ 6 പേര് കേരളത്തിൽ ക്രിസ്ത്യാനി വെച്ചുള്ളൂ. എന്നിട്ട് ആ 6 പേരിൽ 4 പേരും പോയില്ല. ഇപ്പോൾ PC ചാക്ക പോയി, ടോം ജോർജ് പോയി, KV തോമസ് പോയി. സോറി, ഞാൻ എൻ്റെ പരിപാടി നിർത്താണത്. ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിന്നു. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.